ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ മിനിഞ്ഞാന്ന് നമ്മുടെ CGL Tier 1 റിസൾട്ട് പബ്ലിഷ് ചെയ്തില്ല, അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ SSC മലയാളി ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള ആദ്യ CGL പരീക്ഷയാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം ആകാംക്ഷയോടുകൂടി വെയിറ്റിംഗ് ആയിരുന്നു, അതായത് ഈ മാർക്കിന് വേണ്ടിയിട്ട്. എനിക്കറിയാം ഇത് ജസ്റ്റ് ഒരു പ്രിലിംസ് പരീക്ഷയാണ്, വലിയ മെയിൻസ് പരീക്ഷ വരാനിരിക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ സ്റ്റുഡൻസിനേക്കാളും കൂടുതൽ ഞാനായിരുന്നു വെയിറ്റിംഗ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വലിയ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഞാനിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അത് വേസ്റ്റായി പോവും. കാരണം എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് റിസൾട്ട് വേണം, നമ്മുടെ കുട്ടികൾ അതനുസരിച്ച് പെർഫോം ചെയ്യണം, എന്നാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ, അല്ലേ? അപ്പോൾ എനിക്കങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ മാർക്കോട് കൂടി ആ കൺഫ്യൂഷനൊക്കെ എൻ്റെത് മാറി. സത്യം പറഞ്ഞാൽ ഞാൻ ഓരോരുത്തരുടെ റിസൾട്ട് കാണുമ്പോൾ ഞാൻ പുറത്ത് കാണിക്കാൻ പറ്റില്ലെങ്കിൽ ഉള്ളിൽ ആവേശം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുകയായിരുന്നു. കേട്ടോ, അത്യാവശ്യം നല്ല റിസൾട്ട് നമ്മുടെ SSC മലയാളിക്ക് ഉണ്ട്. എനിക്കറിയാം അതൊരു പ്രിലിംസ് റിസൾട്ടാണ്, ഇതൊന്നും ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ സന്തോഷത്തിലാണ് പലപ്പോഴും എൻ്റെ വാക്കുകളിടക്ക് നിന്ന് പോകുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് ആ വീഡിയോ ചെയ്ത് നമ്മുടെ റിസൾട്ടിനെ പറ്റിയ കാര്യങ്ങളൊന്നും പറയാനല്ല. പല കുട്ടികളും കൺഫ്യൂഷനിലായിരിക്കും, അല്ലേ? അതായത് ഒരു 140+ ഒക്കെ മാർക്കുള്ള ആളുകൾ അത്യാവശ്യം തിയേറ്ററിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്കുള്ള കൺഫ്യൂഷനിൽ ആളുകളുണ്ട്. അപ്പോൾ എത്ര ഏകദേശം കട്ട് ഓഫ് വരും, അതായത് റെഗുലറായിട്ട് ഒരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക, സാറേ എൻ്റെ മാർക്ക് ഇത്രയാണ്, ഞാൻ Tier 2 പ്രതീക്ഷ കൊടുക്കണോ, പഠിക്കണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ SSC മലയാളിൻ്റെ കുറച്ച് ഞാൻ സത്യം പറഞ്ഞാൽ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാൻ നിൽക്കുകയായിരുന്നു. വീഡിയോ ചെയ്യാൻ എന്തുകൊണ്ട് വെച്ചാൽ വെറുതെ ഒരു ഡാറ്റ ഒന്നും ഇല്ലാതെ വെറുതെ വാഗോണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കുട്ടികളുടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ടാണ്. പിന്നെ കുട്ടികളോട് ഞാൻ പേര് പുറത്ത് വിടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ പേര് ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ മെയിനായിട്ട് നമ്മളിപ്പോൾ CGL ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു Batch 1, Batch 2 ഇത് രണ്ടുമായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്ത്. പിന്നെ Batch 3 പക്ഷേ അത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും Batch 1, Batch 2 പിന്നെ ഒരു ഓൺലൈൻ ബാച്ച്, ഒരു ക്രാഷ് കോച്ച്, ഈ ഒരു 4 ബാച്ചാണ് മെയിനായിട്ട് നമ്മൾ CGL 2024 ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തിയത്. ആ ഒരു റിസൾട്ടാണ് ഇതാണ്. പേര് ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഈ മാർക്കുകളൊക്കെ ഒരു സാധാരണ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഒരു 160+ ഒക്കെ Tier 1 കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു. വിരലിലുണ്ടാവുന്ന 2, 3, 4 ആളുകൾ. ഞാനൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ അത്രയും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു ആ സമയത്ത്, അത്രയും കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ ഈ ഒരു CGL അതായത് SSC മലയാളിയിൽ അതായത് എല്ലാവരും ഡാറ്റ ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത കുറച്ച് ആളുകൾ ഡാറ്റ മാത്രം നോക്കിയത് 160യുടെ മുകളിൽ 16 ആളുകൾ 160+ മാത്രമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നോക്കിയേ 150+ മാർക്ക് നോക്കുകയാണെങ്കിൽ 34 ആളുകൾ 150ൻ്റെ മുകളിൽ മാർക്കുണ്ട്. അതായത് 140+ നോക്കുകയാണെങ്കിൽ 58 ആളുകളുണ്ട്. ജനറലി പറയുകയാണെങ്കിൽ ഇത് 120യുടെ മുകളിൽ നോക്കുകയാണ്. നിങ്ങൾക്കറിയാം CGL പോലത്തെ പരീക്ഷയ്ക്ക് 120 മാർക്ക് സ്കോർ ചെയ്യുന്നത് അത്ര വലിയ ഈസിയുള്ള കാര്യമൊന്നുമല്ല. പല ആളും കഷ്ടപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ 120യുടെ മുകളിലുള്ള 101 ആളുകൾ നമ്മുടെ ഈ ഒരു ഞാൻ ഈ പറയുന്ന 4 ബാച്ച് കേട്ടോ. ഇതൊരു വലിയ നമ്പറാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനേക്കാളും അപ്പുറത്തുള്ള ആളുകൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളാരും താഴ്ത്തി കെട്ടാനോ മറ്റൊന്നുമല്ല. പക്ഷേ ഞാൻ ഈ പറയുന്നത് കൺവേർഷൻ റേറ്റാണ്. അത് നമ്മൾ വെറും ഈ ഒരു 4 ബാച്ചിൽ നിന്നാണ് ഈ റിസൾട്ടും അധികം വന്നിട്ടുള്ളത്. Batch 6, 5, 4 ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. പക്ഷേ അതൊക്കെ വളരെ നമ്പർ കുറവാണ്. അപ്പോൾ 120+ ഉള്ള 100ഓളം ആളുകൾ നമ്മുടെ ലിസ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ ഓവർവ്യൂ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. എത്രയും കുട്ടികൾ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ SSC മലയാളിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ നിന്നും ഒരുപാട് പേരെ SSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു റിസൾട്ട്, ഇതുപോലത്തെ റിസൾട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന അപ്പുറത്തുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റിസൾട്ട് അവർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത്ര ദൂരമല്ല എന്ന് എനിക്ക് തോന്നുന്നു. വിത്തിൻ ഒരു 4-5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ UPSC പരീക്ഷയിൽ എങ്ങനെയാണോ മലയാളികൾ പെർഫോം ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ മലയാളികൾ ഈ ഒരു എക്സാമിലും, അതായത് SSC പോലത്തെ CGL പോലത്തെ എക്സാമിലും പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അത്രയും നല്ലൊരു റിസൾട്ടാണ് നമുക്കിവിടെ SSC മലയാളിയിൽ മാത്രമേ ഉള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പുറത്ത് SSC മലയാളിക്ക് അപ്പുറത്തുണ്ട്. SSC നന്നായിട്ട് നോക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലത്തെ റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരുപാട് കുട്ടികൾ. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെറും 90 കുട്ടികളൊക്കെയാണ് കേരളത്തിൽ നിന്ന് ക്വാളിഫൈ ആയത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കുട്ടികൾ നമുക്ക് ഈ വർഷം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള കാലിബറുള്ള കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഈ മാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. കാരണം 170ൻ്റെ മുകളിലുള്ള മാർക്കുള്ള തന്നെ 3 പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡാറ്റ മെയിനായിട്ട്. ഇപ്പോൾ പല ആളുകളും തളർന്നിരിക്കുകയായിരിക്കും, അല്ലേ? അതിൽ ഈ ഫസ്റ്റ് കാണുന്നത് 173 എന്ന് പറഞ്ഞ ആളുടെ മാർക്ക് ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ചെറിയൊരു കാര്യം ഞാൻ പറയാം, പല ആളുകളും ഇപ്പോൾ തളർന്നിരിക്കുകയായിരിക്കും. കാരണം മാർക്ക് കുറഞ്ഞതുകൊണ്ട്, അതായത് ഒരു 140, 150 ഒക്കെ റേഞ്ചിൽ. അത് പലതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഷിഫ്റ്റ് ടഫായിരിക്കാം, അതുകൊണ്ട് മാർക്ക് കുറഞ്ഞതായിരിക്കാം. പക്ഷേ ഈ ഒരു റിസൾട്ട് ഞാൻ പറയാം 173. ഈ ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ Batch 1 സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ CHSL ജസ്റ്റ് 1 മന്ത് മുമ്പ് നടന്ന CHSL പരീക്ഷയിൽ 130, 140 മാർക്ക് താഴെ കടന്നിരുന്ന ഒരാളാണ്. ഇതുപോലെ ഒരു ഗൂഗിൾ ഫോം ഞാൻ ഫില്ല് ചെയ്തപ്പോൾ അവിടെ താഴെ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ കിടന്ന CGL പരീക്ഷയ്ക്ക് 173 മാർക്ക് അടിച്ചിട്ട് നമ്മളുടെ ഏറ്റവും ടോപ്പറായി മുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വരുന്ന ഒറ്റ കാര്യത്തിന്,
ഒറ്റ കാര്യമാണ്. അത് നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ Tier 1 പരീക്ഷ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്ന് തളർന്നിരിക്കുന്ന ഒരാളുകളുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, പരീക്ഷ കഴിഞ്ഞിട്ടില്ല. പരീക്ഷ 1ാം ഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു 140+ മാർക്ക് ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ Tier 1 എന്തായാലും ക്വാളിഫൈ ആവും. ബാക്കിയുള്ളത് നമുക്ക് പോകുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ 140+ ഉണ്ടെങ്കിൽ ഷുവറാണ് കേട്ടോ. കാരണം ഇപ്പോഴത്തെ ഒരു കട്ട് ഓഫും കാര്യങ്ങൾ 140 റേഞ്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ മെയിൻ പരീക്ഷ ഡിസംബറിൽ നമ്മുടെ മെയിൻസ് പരീക്ഷ വരാനിരിക്കുന്നുള്ളൂ. ഇപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഡെസ്പായി ഇരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ദിവസമോ 2 ദിവസമോ ഇരിക്കുന്നുണ്ടോ ഓക്കെ, കാരണം സ്വാഭാവികമാണ് മാർക്ക് വരുമ്പോൾ കുറച്ച് കുറഞ്ഞു പോയി തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസമോ 2 ദിവസം മാക്സിമം ഒരു 1 വീക്ക് ഓക്കെ. അതിൻ്റെ അപ്പുറത്തേക്കും നിങ്ങൾ ഡെസ്പായിരിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ ഇരിക്കേണ്ടത്. അതല്ല നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് ഞാൻ ഈ കാണുന്നത്. ഞാൻ പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെടുന്ന റിസൾട്ടാണത്. ഈ 173 എന്ന് പറയുന്നത് ഈ ടോപ്പ് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് CHSൽ അത്രയും താഴെ നിന്ന് മുകളിലേക്ക് കയറി വന്ന ഒരാളാണ്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും കേട്ടോ. അത്രയും ബാക്കിൽ നിന്ന് മുകളിലേക്ക് കയറി വരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സംശയം വേണ്ട, എല്ലാവരും കാലിബർ. ഞാൻ PSSC മലയാളി സ്റ്റുഡൻസിനെ പറ്റി മാത്രമല്ല കേട്ടോ പറയുന്നത്, ഞാൻ ജനറലി നമ്മുടെ SSC മലയാളി യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും ഈ ഇതുപോലെ ടോപ്പിലേക്ക് കയറി വരാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് നിങ്ങളാരും ഒന്നും അല്ലാതായി മാറുന്നില്ല കേട്ടോ. ഇത്ര ജസ്റ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ പറയാം ബാക്കിയുള്ളതിൻ്റെ നമ്മുടെ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടികൾ ഇടയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 140+ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട. 140 എന്നല്ല, ഞാൻ ഒരു 135 തന്നെ പറയും കേട്ടോ. 135+ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സംശയം വേണ്ട, നിങ്ങൾ Tier 1 കടക്കുന്നതന്നെ ഞാൻ പറയും. നിങ്ങൾ എന്ത് ചെയ്യുക, Tier 2ൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുക. ഒരു സംശയം നിങ്ങൾക്ക് ആ കാര്യത്തിൽ വേണ്ട. ഇനി ഒരു 115 to 135 ഇടയ്ക്കുള്ള ആളുകളുടെ കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ് പല കാരണം കൊണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റ് എന്തായിരിക്കും, ഭയങ്കര ടഫ് ഷിഫ്റ്റ് ആയിരിക്കും. ഒരിക്കലും കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാനൊരാളല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കട്ട് ഓഫ് പല ആൾക്കാരും പല രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്ത് ലാസ്റ്റ് കട്ട് ഓഫ് പോയത് 150 ആണ്. ആകെ 1-2 യൂട്യൂബ് ചാനലുകൾ മാത്രമാണ് ഇത് പ്രെഡിക്റ്റ് ചെയ്തത്. ബാക്കി എല്ലാവരും 140 കട്ട് ഓഫ് വരുന്നതാണ് പറഞ്ഞു. ഇപ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ വർഷത്തെ ലെവൽ അതേ ലെവലിലെ പരീക്ഷയാണ്, അതേ മാർക്കൊക്കെ ആണെങ്കിൽ വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഡബിൾ ഉള്ളത് കൊണ്ട് നമുക്കൊരു 140 അല്ലെങ്കിൽ അതിൻ്റെ താഴെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള നോർമലൈസ്ഡ് സ്കോർ അല്ല, റോ സ്കോറാണ്. ഇത് നോർമലൈസ് സ്കോറിൻ്റെ മുകളിലാണ് നമ്മുടെ കട്ട് ഓഫ് വരിക. അപ്പോൾ നമുക്ക് എവിടെയാണ് കട്ട് ഓഫ് വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് 120 മാർക്കുള്ളെങ്കിൽ നിങ്ങളുടെ ഒരു ടഫ് ഷിഫ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അത് 10-20 മാർക്ക് കൂടി 140+ ഒക്കെ ആയിന്ന് വരാം കേട്ടോ. കാരണം എനിക്ക് പേഴ്സണലി എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, ഞാൻ 2018 Tier 1 എക്സാം കഴിയുമ്പോൾ എൻ്റെ റോ സ്കോർ വെറും 129.5 ഉള്ളൂ. അതുപോലെ അന്ന് ഞാൻ ഡെസ്പായി ഇരുന്നിട്ടുണ്ടായിരുന്നു 1-2 ദിവസം. പക്ഷേ ആ 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം മുതൽ ഞാൻ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, പക്ഷേ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ മുടക്കില്ലെന്ന് വെച്ചിട്ട് പഠനം തുടങ്ങി. എൻ്റെത് ഹാർഡ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നോർമലൈസ് സ്കോർ ചെയ്തപ്പോൾ എനിക്കൊരു 30-40 മാർക്ക് കൂടി 170+ മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ പേഴ്സണലി അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ആ ഒരു കാര്യത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞ് നിങ്ങൾ ഡെസ്പായിരിക്കുന്നുണ്ടെങ്കിൽ ഡെസ്പായിരിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ ടഫ് ഷിഫ്റ്റ് ആണെങ്കിൽ മാർക്ക് കൂടും. പിന്നെ ഏത് ലെവലിലാണ് നമുക്ക് പറയാൻ പറ്റില്ല മാർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നു ഒരു 150 to 135 ഇടയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മടിച്ച് നിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ അത് റിസൾട്ട് വന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്നൊരു ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, റിസൾട്ട് വന്നാൽ പിന്നെ മാക്സിമം 20 days അല്ലെങ്കിൽ 1 month നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവുള്ളൂ. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനാണ് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു 115+ റോ സ്കോറുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങാൻ കഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക Tier 2 വേണ്ടിയിട്ട്. എങ്ങനെയാണോ നിങ്ങൾ Tier 1 ക്വാളിഫൈ ചെയ്യാൻ Tier 2 പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങുക. റിസൾട്ട് വരട്ടെ, റിസൾട്ട് വരുമ്പോൾ വരട്ടെ. റിസൾട്ട് വന്നിട്ട് നോക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, റിസൾട്ട് വന്നിട്ട് കിട്ടിയാൽ സന്തോഷം, വീണ്ടും നിങ്ങൾക്ക് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. കിട്ടിയിട്ടില്ലെങ്കിലോ തൊട്ടടുത്ത വർഷം പരീക്ഷ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെയാണ് മാത്സും ഇംഗ്ലീഷും മാത്രമേ Tier 2 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK എല്ലാം ഉള്ളതുകൊണ്ട് നിങ്ങൾ Tier 1 പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ Tier 2 പ്രിപ്പയർ ചെയ്താൽ മതി. ജസ്റ്റ് 2-3 ടോപ്പിക്ക് മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു, എന്തെങ്കിലും ചെറിയ കാരണം കൊണ്ട് നിങ്ങളത് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ എയിം എന്ത് ചെയ്യുക, അതുവരെ നിങ്ങൾ Tier 2 മോക്കാണ് ചെയ്തിരുന്നെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും Tier 1 മോക്ക് ചെയ്യുക, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പറയുന്നത് പല കുട്ടികളും കിട്ടൂലേ എന്ന് വിചാരിച്ചിട്ട് നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. കിട്ടൂല എന്ന് വിചാരിച്ച പല ആളുകളും റാങ്ക് ലിസ്റ്റ് കയറിയതും കിട്ടുമെന്ന് വിചാരിച്ച പല ആളുകളും റാങ്ക് ലിസ്റ്റ് പുറത്തായതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊന്നും നമ്മൾ തീരുമാനിക്കേണ്ട. ഇപ്പോൾ അതൊക്കെ റാങ്ക് ലിസ്റ്റ് വരട്ടെ. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്കിപ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം കേട്ടോ. ഇത്രയാണ് മെയിനായിട്ട് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. പല കുട്ടികളും ഇപ്രാവശ്യം മാർക്ക് കുറഞ്ഞ ആളുകളുണ്ടാവും. അപ്പോൾ അവരോടും കൂടി ഒരു കാര്യം ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയാവുന്ന ഒരു കാര്യമാണ്, ഗവൺമെൻറ് ജോലിയാണ് ലോകത്തെ ഏറ്റവും നല്ല ജോലി അല്ലേ? ഒരു സംശയമല്ല, അല്ല. കാരണം ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ജോലികളെ പോലെ തന്നെ ഒരു ജോലി, അത്രേ ഉള്ളൂ. അല്ലാതെ ഏറ്റവും നല്ല ജോലി ഗവൺമെൻറ് ജോലിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില കുട്ടികൾ, ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾ, നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ എന്ത് ചെയ്യുക, റൂമിലൊന്ന് ഒഴിഞ്ഞിരുന്ന് പോയിട്ട് നിങ്ങൾ സ്വയം നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ എത്ര വർഷമാണ് തുടങ്ങിയിട്ട് നിങ്ങൾ നന്നായിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച ഒരാളാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, എന്നിട്ട് നിങ്ങളുടെ മാർക്ക് 100ൻ്റെ മുകളിൽ പോലും കടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നിർത്തുക കേട്ടോ. ഞാൻ ആരെയും തളർത്താൻ വേണ്ടി പറയുന്നതല്ല. കാരണം ഇതിൻ്റെ പിന്നാലെ പോയിട്ട് ജീവിതം വേസ്റ്റ് ആക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾക്കൊരു
പഠിച്ച് തുടങ്ങി ഒരു 1 ഇയർ കേട്ടോ, പല ആളുകളും 1 ഇയർ പഠിച്ചു തുടങ്ങി ഒരു മാസം കൊണ്ട് തന്നെ പറ്റില്ല നിർത്തി പോകുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ 1 ഇയർ മിനിമം ഒരു 1 ഇയർ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, അത്രയും കഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, അത് വേറെ ആരും അല്ല നിങ്ങളുടെ കഷ്ടപ്പാടിനെ അളക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഇരുന്നിട്ട് അളക്കുക, എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, എന്നെക്കൊണ്ട് പറ്റാവുന്നതിന് പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നിട്ട് പോലും എൻ്റെ മാർക്ക് ഒരു 100ൻ്റെ മുകളിൽ പോലും ക്രോസ് സ്കോർ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തുക കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന ഒരുപാട് ഫീൽഡുകൾ വേറെ അപ്പുറത്തുണ്ട്. വെറും ഒരു ഗവൺമെൻറ് ജോലി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഫീൽഡിലൊക്കെ തളർന്നു പോയിട്ട് പിന്നെ ബാക്കിയുള്ള ഫീൽഡുകളിലൊക്കെ ഉയർന്നു വന്ന ആളുകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ആളുകൾ പരിപാടി നിർത്തുക കേട്ടോ. പരിപാടി നിർത്തുകയാണ് ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കരുത്, പോസിറ്റീവായിട്ട് എടുക്കുക, മുന്നോട്ട് പോവുക. പിന്നെ ചില ആളുകളുണ്ടാവും, അതായത് കുറച്ച് പഠിച്ചു, ഒരു ഏകദേശം അടുത്തെത്തി നിങ്ങൾക്ക് തോന്നുകയാണ്, പക്ഷേ ഒന്നും കൂടെ ഒന്ന് പഠിച്ചാൽ, ഒരു വർഷം കൂടെ നന്നായിട്ട് നോക്കിയാൽ ഇത് ക്ലിയർ ആവും. നിങ്ങൾക്ക് സ്വയം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു സംശയം വേണ്ട, ഒരു വർഷം കൂടെ ഒന്ന് ഇതിലിരിക്കുക കേട്ടോ. അടുത്ത വർഷത്തെ പരീക്ഷയ്ക്കാണെങ്കിലും ഇപ്പോൾ ഒരു 1 ഇയർ ഗ്യാപ്പ് കിട്ടണം. ആ 1 ഇയർ, കാരണം ഈ റാങ്ക് ലിസ്റ്റിൽ കാണുന്ന ആളുകളെല്ലാം കഴിഞ്ഞൊരു 1 വർഷം, 1.5 വർഷം, 2 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. ആരും ഒറ്റ ദിവസം കൊണ്ട് മുകളിൽ കയറിയ ആളുകളല്ല കേട്ടോ. ഈ കാണുന്ന ആളുകളൊക്കെ ഇവർ മാത്രമല്ല, ഞാൻ ഈ പറയുന്നത് ഈ ആളുകളൊക്കെ 150, 140 സ്കോർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്കോറാണ്. ഈ ആളുകളൊക്കെ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് പഠിക്കുന്ന ആളുകൾ, പെട്ടെന്ന് ഒരു ഉദിച്ചായിട്ട് ആരും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് നിങ്ങളിപ്പോൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്കും ഇതുപോലെ വലിയ നിലയിൽ നല്ല മാർക്ക് വാങ്ങിയിട്ട് മുന്നിലെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. അത്രയും കഷ്ടപ്പെട്ടിട്ട് പറ്റുന്നില്ല എന്നുള്ള ആളുകൾ നിർത്തുക. അതല്ല, ഒരു വർഷം കൂടെ ഒന്ന് നോക്കിയാൽ പറ്റുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളുകൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ കാത്തുനിന്ന് കണ്ട ഇന്ന് തന്നെ എന്ത് ചെയ്യുക, അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈ കാര്യങ്ങൾ പറയാനുള്ളത്. മാർക്ക് കട്ട് ഓഫ് കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല, ഞാൻ ഒരിക്കലും കട്ട് ഓഫ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യില്ല, എനിക്കതിട്ട് പറയാൻ താല്പര്യമില്ല. പിന്നെ നമുക്കൊരു 140ൻ്റെ താഴെ വരുന്ന പ്രതീക്ഷിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും പരീക്ഷേൻ്റെ ടഫ്നെസ്സും കാര്യങ്ങളും ചിലപ്പോൾ അതൊക്കെ മാറാം. ചിലപ്പോൾ കട്ട് ഓഫ് നല്ലോണം നേരെ ആയിന്ന് വരാം, ചിലപ്പോൾ 140ൻ്റെ മുകളിൽ പോയി വരാം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു പ്രതീക്ഷിക്കാം 140ൻ്റെ താഴെ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഇനിയിപ്പോൾ ഞാനിത് SSC മലയാളത്തിൻ്റെ റിസൾട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ SSC മലയാളി സ്റ്റുഡൻസിന് മാത്രം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും നമ്മൾ പിന്നെ Tier 2 നമ്മൾ സെപ്പറേറ്റ് ഒരു ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളൊരു ഓൺലൈൻ ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ Tier 1 ചെയ്തിട്ടുണ്ടായിരുന്നു. 400-500ഓളം കുട്ടികളുടെ ഗ്രൂപ്പിൽ നമ്മൾ Tier 1 റെഗുലറായിട്ട് ടോപ്പിക്കും കാര്യങ്ങളെല്ലാം കൊടുത്ത് എന്നും രാത്രി അതിൽ മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK ക്യൂസുകളൊക്കെ കണ്ടക്ട് ചെയ്ത് ഒരുപാട് പേര് അത് പേഴ്സണലി മെസ്സേജ് നല്ല യൂസ്ഫുൾ ആയിരുന്നു, GK ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ പ്രത്യേകിച്ച് നല്ല യൂസ്ഫുൾ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒന്ന് നമ്മൾ Tier 2 പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് 2 മാസമാണ് 2-2.5 മാസമാണ് മാക്സിമം നമുക്കൊരു Tier 2 എക്സാമിന് കിട്ടുക. ആ 2-2.5 മാസം കൊണ്ട് നമുക്ക് ബാക്കിൽ നിൽക്കുന്ന പല ടോപ്പിക്ക് മുന്നിലേക്ക് എത്താൻ നമുക്ക് ഇങ്ങനെ റെഗുലറായിട്ടൊരു പഠിച്ചാൽ തന്നെ മാത്രം മതി. ക്ലാസ്സുകൾ തന്നെ കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എന്തായാലും നമ്മുടെ ചാനൽ വഴിയൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ വേറെ കാര്യം മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ October 15 നമ്മൾ അടുത്ത ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മെയിനായിട്ട് ക്ലാസ്സുകൾ മറ്റേത് മാത്രമല്ല, നല്ല അറ്റ്മോസ്ഫിയറും പഠിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. നിങ്ങളാരും നമ്മുടെ വാക്കുകളോ മറ്റേത് കേട്ട് വരേണ്ട, നമ്മളിവിടെ പഠിച്ച സ്റ്റുഡൻസിനോട് ചോദിച്ചു നോക്കുക. അവർ പറഞ്ഞിട്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം നമുക്കൊരു മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, വേറെ ക്ലാസ്സുകൾ കുറേ പ്രൊവൈഡ് ചെയ്യാന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുക, കുട്ടികൾക്ക് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടികളും, ഞാൻ എൻ്റെ കുട്ടികളാരും കുട്ടികൾ സ്റ്റുഡൻസ് എന്നല്ല, നമ്മുടെ ഫ്രണ്ട്സിനെ പോലെയാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ CGL ബാച്ചാണ് October 15 സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ ചോദിക്കുക. പിന്നെ നമ്മൾ ആദ്യത്തെ നമ്മുടെ SSC GDൻ്റെ ആദ്യത്തെ ഓൺലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് October 14 കേട്ടോ. നമുക്കറിയാം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ GDൻ്റെ പരീക്ഷ. നമ്മൾ CGLന് കൊടുക്കുന്നതിൻ്റെ 10-1 എഫേർട്ട് കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് SSC GD എന്ന് പറഞ്ഞാൽ. കാരണം വേക്കൻസി 5 ഇരട്ടി വേക്കൻസി ഉണ്ടാവും. പരീക്ഷയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് CGLനേക്കാളും വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു പരീക്ഷയാണ് GD. മലയാളത്തിലൊക്കെ എഴുതാൻ വേക്കൻസി ഉണ്ട്. പിന്നെ ഫിസിക്കലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പിന്നെ 23 വയസ്സുള്ള ആൾക്ക് മാത്രമേ എഴുതാനും പറ്റുള്ളൂ. OBC ആകുമ്പോൾ 26 ആവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, SSC CGL നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ 10-1 എഫേർട്ട് കൊടുത്താൽ പാസ്സാകാൻ പറ്റുന്നത്. അതായത് ഫോഴ്സ്, ഇങ്ങനത്തെ CASF, CRPF, BSF അതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം, 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകളാണെങ്കിൽ ഈ SSC GD ഫോക്കസ് ചെയ്യുക. അതിൻ്റെ നമ്മുടെ ഓൺലൈൻ ബാച്ച് ഈ വരുന്ന October 14 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് ഒന്നും കൂടെ പറയുന്നു, ഇത് ഒരിക്കലും ഫൈനൽ റിസൾട്ട് അല്ല. അപ്പോൾ ഈ റിസൾട്ടിലൊക്കെ വന്ന, അല്ലെങ്കിൽ ഇപ്പോൾ റിസൾട്ട് നന്നായിട്ട് നല്ല മാർക്ക് കിട്ടിയ, അത്യാവശ്യം നന്നായിട്ട് സന്തോഷിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. അവരോട് ഞാൻ പറയുന്നു, ഇത് ഫൈനൽ റിസൾട്ട് അല്ല, നിങ്ങളുടെ മെയിൻ പരീക്ഷ എന്ന് വരാനിരിക്കുന്നുള്ളൂ, ഈ വരുന്ന ഡിസംബറിൽ വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ കിട്ടിയ മാർക്കിൽ മതിമറക്കാതെ ഒന്നും കൂടെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക, ഒന്നും കൂടെ നന്നായിട്ട് പ്രത്യേകിച്ച് ചില ടോപ്പിക് പ്രോബിലിറ്റി, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ റീസണിംഗ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ടോപ്പിക്ക് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് നോക്കുക. വളരെ നല്ല മോക്ക് ടെസ്റ്റൊക്കെ റെഗുലറായിട്ട് ചെയ്യുക. ഇപ്പോൾ കിട്ടിയ മാർക്കിൽ തളർന്നല്ല സന്തോഷിച്ചിരിക്കരുത്. എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. പിന്നെ മാർക്ക് കുറഞ്ഞ ആളുകളോട് ഞാൻ പറയാനുള്ളത്, അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്യുക,
നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് ആയിട്ടില്ല. ഇത് ജസ്റ്റ് പ്രിലിംസിൻ്റെ റിസൾട്ട് മാത്രമേ ഉള്ളൂ. ഫൈനൽ റിസൾട്ട് ഈ വരുന്ന ഡിസംബറിലേ ആവുള്ളൂ. അപ്പോൾ ആ ഒരു ഇപ്പോൾ താഴെയാണ് കിടക്കുന്നതെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ മുകളിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ഹാർഡ് വർക്ക് ചെയ്യുക. 1 or 2 അല്ലെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളോട് കൂടി നിങ്ങളുടെ സങ്കടവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ എങ്ങനെയാണോ ഇത്രയും കാലം പഠിച്ചത് അതിൻ്റെ 100 മടങ്ങ് ഇരട്ടിയിൽ എന്ത് ചെയ്യുക, വീണ്ടും രണ്ടാമതും പ്രിപ്പറേഷൻ ആരംഭിക്കുക കേട്ടോ. അതിന് എന്ത് ഹെൽപ്പ്, എന്ത് കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ എന്ത് ഹെൽപ്പും, ജെന്യൂൻ ആയിട്ടുള്ള എന്ത് ഹെൽപ്പിനും നമ്മൾ SSC മലയാളി നമ്മുടെ ടീമോട് റെഡിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ സൗകര്യമില്ല, Tier 2 നന്നായിട്ടൊന്ന് നോക്കണം എന്നൊക്കെ തോന്നുന്നത് നമ്മുടെ റീഡിംഗ് റൂം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞില്ല, ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലോ ടെലഗ്രാമിലോ വാട്സാപ്പിലോ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അതിനെന്തിനും റെഡിയാണ്. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സൗകര്യം ഇല്ലാഞ്ഞിട്ടോ പഠിക്കാൻ അന്തരീക്ഷം ഇല്ലാഞ്ഞിട്ടോ ആരും പഠിക്കാതിരിക്കരുത് കേട്ടോ. ബാക്കിയുള്ള നിങ്ങളുടെ താല്പര്യ കാര്യങ്ങൾ അതൊക്കെ പോട്ടെ, പക്ഷേ ബാക്കി താല്പര്യമുണ്ട്, ബാക്കിയുള്ള ഫെസിലിറ്റിയാണ് നിങ്ങൾ ബാധിക്കുന്നതെങ്കിൽ അത് നമ്മളെ കോൺടാക്ട് ചെയ്യുക, എന്ത് വേണമെങ്കിലും നമ്മൾ റെഡിയാണ്. അത് SSC മലയാളിൻ്റെ സ്റ്റുഡൻസ് മാത്രമല്ല കേട്ടോ, ഏത് സ്റ്റുഡൻസ് ആയാലും കേരളത്തിൻ്റെ അങ്ങോളമുള്ള ഏത് സ്റ്റുഡൻസിനും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയ്ഡ് ബാച്ചിൽ മാത്രമുള്ള റിസൾട്ടാട്ടോ. പെയ്ഡ് ബാച്ചിൽ മാത്രം കുട്ടികളുടെ റിസൾട്ടാണ്. നമ്മുടെ SSC മലയാളിൻ്റെ ഫ്രീ ക്ലാസ്സുകൾ മാത്രം കണ്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, നമുക്ക് പേഴ്സണലായിട്ട് അറിയാം. അവർക്കും ഇതുപോലെ നല്ല റിസൾട്ടുകളുണ്ട് കേട്ടോ. അതും നമ്മുടെ SSC മലയാളിൻ്റെ കുട്ടികൾ തന്നെയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. നമ്മുടെ SSC മലയാളി യൂട്യൂബ് ചാനലും ടെലഗ്രാം ചാനലൊക്കെ യൂസ് ചെയ്ത് ആര് പഠിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ SSC മലയാളിൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. ഞാനീ പറഞ്ഞത് നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ കാര്യമാണ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരുപാട് കുട്ടികളുണ്ട്. ഇനിയിപ്പോൾ അതല്ല, ഈ രണ്ടിലും ഇല്ല, പുറത്തുള്ള ഒരാളാണ്, നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരാളാണ്, നിങ്ങൾക്ക് SSCയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും സഹായമോ കാര്യങ്ങളോ വേണമെങ്കിലൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, തളർന്നിരിക്കാതെ വീണ്ടും മുന്നോട്ട് പോകുക. കാരണം നമ്മുടെ ലക്ഷ്യം പാതി ദൂരം മാത്രം, പാതി ഞാൻ പറയുന്നില്ല, ഒരു 20% 30% മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ. ഇനിയും ബാക്കി 70% അപ്പുറം കിടക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു 1ാം ഘട്ടം മാത്രം. 2ാം ഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ കേട്ടോ, വളരെ നല്ല രീതി ബാക്കിൽ നിന്ന് ഇപ്പോൾ ബാക്കിലാണെന്നുള്ള സങ്കടമൊന്നും വേണ്ട, വളരെ നല്ല രീതിയിൽ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. വളരെയധികം നല്ല മാർക്ക് 390 340 350+ തന്നെ നമുക്ക് സ്കോർ ചെയ്ത് ആദ്യത്തെ 100ൻ്റെ ഉള്ളിൽ 500ൻ്റെ ഉള്ളിലൊക്കെ വരാൻ തന്നെ എല്ലാവർക്കും പറ്റട്ടെ. എല്ലാവർക്കും അവനവൻ്റെ ഇഷ്ടപ്പെട്ട പോസ്റ്റ് തന്നെ കിട്ടട്ടെ. അതിന് എന്ത് സഹായം കാര്യത്തിന് നമ്മൾ കൂടെയുണ്ട്. ഓക്കെ, താങ്ക് യു.